നോമ്പിന്റെ കാലമായതുകൊണ്ട് അധിക സമയം എടുക്കാൻ പറ്റൂല അല്ലേ? കുഴപ്പമില്ലല്ലേ? പൗരത്വ ഭേദഗതി നിയമം ഇത് ഭരണഘടനാ വിരുദ്ധവും ജനവിരുദ്ധ വർഗീയ അജണ്ടയുടെ ഭാഗവുമായ ഒരു നിയമമാണ്. അത് കേരളം നടപ്പാക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഇപ്പോഴും അത് തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. ആ നിലപാട് എല്ലാ തരത്തിലും ഉറപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിനാണ് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുൻപാകെ ഒറിജിനൽ സ്യൂട്ട് ഫയൽ ചെയ്തത്. അത് നിലവിൽ ഉള്ള കാര്യമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചു. ഈ ചട്ടങ്ങൾ പുറപ്പെടുവിച്ച് ഈ നിയമം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ധൃതി പിടിച്ച് നടപ്പാക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അത്തരമൊരു കേന്ദ്ര നീക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തക്ക് വിരുദ്ധമായതും ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതുമാണ് ഈ നിയമം. സംഘപരിവാറിൻ്റെ തീവ്ര ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണിത്. വിഭജന രാഷ്ട്രീയത്തിലൂടെ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനുള്ള സംഘപരിവാറിൻ്റെ ഹീനമായ നടപടിയാണിത്. ഈ നടപടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഐക്യരാഷ്ട്രസഭയിൽ നടക്കം ഈ നിയമത്തിൻ്റെ വിവേചന സ്വഭാവത്തെക്കുറിച്ച് വിമർശനം ഉയർന്നു കഴിഞ്ഞു. CAA എല്ലാ അർത്ഥത്തിലും ഇന്ത്യ എന്ന ആശയത്തിനെതിരായ വെല്ലുവിളിയാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 അതിനു മുൻപോ ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിം ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുക, ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുക. ഇതാണ് ഈ നിയമത്തിൻ്റെ കാതൽ. ഇത് ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. പ്രത്യേക മതവിശ്വാസത്തെ പൗരത്വം നിർണയിക്കുന്ന വ്യവസ്ഥയാക്കുകയാണ്. പുറന്തള്ളലിൻ്റെ രാഷ്ട്രീയമാണിത്. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്നു. ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കുന്ന സംഘപരിവാർ തലച്ചോറുകളിൽ നിന്നാണ് ഈ വിഷലിപ്തമായ നിയമം ജന്മം കൊണ്ടത്. അനധികൃത കുടിയേറ്റക്കാർ എന്ന പ്രയോഗം ആദ്യമായി പൗരത്വ നിയമത്തിൽ വന്നത് 2003 വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ്. എന്നാൽ ആരാണ് അനധികൃത കുടിയേറ്റക്കാർ എന്നത് നിർവചിക്കപ്പെട്ടത്
മതാടിസ്ഥാനത്തിലായിരുന്നില്ല. 2019 ഭേദഗതിയാണ് പൗരത്വത്തെ നിർവചിക്കാനുള്ള അടിസ്ഥാനമാക്കി മതത്തെ മാറ്റിയത്. മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ പൗരത്വ സങ്കല്പം രാജ്യത്തിൻ്റെ ഭരണഘടനയിലുള്ളതല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 14, 21, 25 ഈ വകുപ്പുകളുടെയും ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ മതേതരത്വത്തിൻ്റെയും ലംഘനമാണ് ഈ നിയമം. മൗലികാവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിൽ ഒരു നിയമവും സർക്കാരുകൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പ്രകാരം ഇന്ത്യൻ ഭൂപ്രദേശത്തിനകത്ത് ഏവർക്കും നിയമത്തിനു മുന്നിൽ സമത്വം, ഇക്വാലിറ്റി ബിഫോർ ലോ, തുല്യമായ നിയമസംരക്ഷണം, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് ഉറപ്പു നൽകുന്നുണ്ട്. കുടിയേറ്റക്കാരെ മുസ്ലിങ്ങളെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്നതിലൂടെ ഇന്ത്യ എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായി മതപരമായ വിവേചനത്തെ നിയമപരമാക്കാൻ ശ്രമിക്കുകയാണ്. അയൽ രാജ്യങ്ങളിൽ പീഡനം നേരിടുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ ആ രാജ്യങ്ങളിൽ പീഡനം നേരിടുന്ന മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്? പാകിസ്ഥാനിലെ അഹമ്മദീയ മുസ്ലിങ്ങൾ, അഫ്ഗാനിസ്ഥാനിലെ ഹസര വിഭാഗക്കാർ, മ്യാൻമറിലെ റോഹിംഗ്യകൾ, ശ്രീലങ്കൻ തമിഴ് വംശജർ എല്ലാം പൗരത്വത്തിൻ്റെ പടിക്ക് പുറത്താവുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെയാണ് വ്യക്തമാക്കുന്നത്. റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് എന്നതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ നിയമവിരുദ്ധമാക്കുകയാണ് CAA യഥാർത്ഥ ലക്ഷ്യം. ബുദ്ധമതക്കാരും ഹിന്ദുക്കളും സിഖുകാരും ഒഴികെയുള്ള എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും രാജ്യത്ത് നിന്ന് നീക്കം ചെയ്യുമെന്ന് പലവട്ടം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രസ്താവിച്ചിട്ടുണ്ട്. NRC ബംഗാളിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കുമെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചു. 2019 നവംബർ 21 2019 ഡിസംബർ 21 പാർലമെന്റിൽ അമിത്ഷാ ഇക്കാര്യം ആവർത്തിക്കുകയുണ്ടായി. NRC രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുമെന്നും ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും വിടില്ലെന്നുമാണ് അന്ന് പറഞ്ഞത്. കേന്ദ്ര സർക്കാർ 2019 ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയെടുത്തപ്പോൾ തന്നെ അതിനെതിരെ പ്രതിഷേധവുമായി കേരളമാകെ ഒന്നിച്ചണിനിരന്നു. മതനിരപേക്ഷതയിൽ നിന്ന് വ്യതിചലിക്കുന്നത് ഭരണഘടനയുടെ അടിത്തറ തോണ്ടുന്നതിന് തുല്യമാണെന്ന് LDF സർക്കാർ അന്ന് വ്യക്തമാക്കി. പൗരത്വ ഭേദഗതി നിയമം മനുഷ്യത്വ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന നിലപാട് സംസ്ഥാന സർക്കാർ തുടക്കം മുതൽ ആവർത്തിച്ചു. പൗരത്വ ഭേദഗതി നിയമമോ പൗരത്വ പട്ടികയോ NRCയോ ജനസംഖ്യ രജിസ്റ്ററോ NPRോ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന തീരുമാനമെടുത്ത
ആദ്യ സംസ്ഥാനമാണ് കേരളം. എല്ലാവരെയും ഒരുമിപ്പിച്ച് പ്രക്ഷോഭം നടത്താനാണ് സർക്കാർ അന്ന് മുൻകൈയെടുത്തത്. പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് യോജിച്ച പ്രക്ഷോഭത്തിനാണ് തയ്യാറായത്. സർക്കാർ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ കൂട്ടായ്മയും തുടർന്ന് നടന്ന സർവകക്ഷി യോഗവും ഈ വിഷയത്തിൽ ഐക്യം രൂപപ്പെടുത്തി. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം പാസാക്കാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു. പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള നിയമസഭയാണ് രാജ്യത്താദ്യം പ്രമേയം പാസാക്കിയത്. 2019 ഡിസംബറിലായിരുന്നു ഇത്. ഈ വിഷയത്തിൽ മുൻകൈയെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 13 BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ കത്തെഴുതുകയുണ്ടായി. വിശാലമായ യോജിപ്പിന് വഴി തുറക്കാനാണ് ഇത് ചെയ്തത്. ഭരണഘടനാ സംരക്ഷണ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ഇവിടെ RSSന്റെ അജണ്ടകൾ നടപ്പാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ പൗരത്വ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജിയും നൽകി. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്ന ആദ്യ സംസ്ഥാനം നമ്മുടേതാണ്. സർക്കാർ ഇങ്ങനെ ശക്തമായ നിലപാടെടുത്തപ്പോൾ തന്നെ LDF നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ദേശീയപാതയിൽ മനുഷ്യച്ചങ്ങല തീർത്തു. പൗരത്വ പ്രശ്നത്തിൽ ആശങ്കയുള്ള ജനവിഭാഗത്തിൻ്റെ ആകെ ഭീതി മാറ്റി ഒപ്പമുണ്ടെന്ന ധൈര്യം പകരുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. എന്നാൽ ആദ്യഘട്ടത്തിൽ യോജിപ്പിന് തയ്യാറായ കോൺഗ്രസ് വളരെ പെട്ടെന്ന് ചുവട് മാറ്റി. നിയമസഭ ഒറ്റക്കെട്ടായി പാസാക്കിയ പ്രമേയത്തെ പോലും അന്നത്തെ KPCC പ്രസിഡന്റ് പരിഹസിച്ചു. പ്രമേയം പാസാക്കിയതിൽ മുഖ്യമന്ത്രി മേനി നടിക്കണ്ട എന്നും പ്രമേയം പാസാക്കിയതുകൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം ഇല്ലാതാകില്ലല്ലോ എന്നുമായിരുന്നു അന്നത്തെ KPCC പ്രസിഡന്റിന്റെ പ്രസ്താവന. യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാടാണ് പിന്നീട് കോൺഗ്രസിൽ നിന്നും വന്നത്. വർഗീയ വിഭജന നിയമത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭങ്ങൾക്ക് ഉറച്ച പിന്തുണ നൽകിയ കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിരുന്നു കോൺഗ്രസിൻ്റെ ഈ തീരുമാനം. ഇടതുപക്ഷവുമായി യോജിച്ച പൗരത്വ വിഷയത്തിൽ പ്രക്ഷോഭത്തിനിറങ്ങിയവർക്ക് നേരെ കോൺഗ്രസ് പാർട്ടി അവരുടെ പാർട്ടി തലത്തിൽ നടപടിയെടുക്കുന്ന നിലവരെയുണ്ടായി. BJP സർക്കാർ പൗരത്വ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയെടുത്ത 2019 ഡിസംബർ 2ാം വാരത്തിൽ തന്നെ രാജ്യത്താകെ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ്. മതനിരപേക്ഷ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്നവർ ഡിസംബർ 10 രാജ്യത്തിലാകെ തെരുവിലിറങ്ങി. അപ്പോൾ കോൺഗ്രസ് MPമാർ പാർട്ടി അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു. ജനകീയ സമരത്തിൽ പങ്കെടുത്ത CPM നേതാക്കളായ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട് എന്നിവരടക്കം ഡൽഹിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ MPമാർ ജനകീയ സമരത്തിന് പിന്തുണയുമായി നിലകൊണ്ടു. 2019 ഡിസംബർ 9 ലോക്സഭയിൽ പൗരത്വ ഭേദഗതി ബിൽ അവതരിപ്പിച്ചപ്പോൾ കേരളത്തിൽ നിന്നും
അതിനെതിരെ ഏറ്റവും ശക്തമായ ശബ്ദമുയർത്തിയത് ഒരേ ഒരു അംഗം മാത്രമായിരുന്നു. ആലപ്പുഴ MP AM ആരിഫ്. ഭരണഘടനാ വിരുദ്ധമായ ഉള്ളടക്കമുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ സാങ്കേതികമായി പ്രതികരിച്ചു എന്ന് വരുത്തി മൂലക്കിരിക്കുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP മാർ. കേരളത്തിനെതിരെയും കേരളത്തിലെ സർക്കാരിനെതിരെയും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാനുള്ള ആവേശത്തിൻ്റെ 100-1 ആവേശം പോലും പൗരത്വ ബിൽ വിഷയത്തിൽ പാർലമെന്റിൽ കോൺഗ്രസ്സുകാർ കാണിച്ചില്ല. ലോക്സഭയിൽ എന്ന പോലെ രാജ്യസഭയിലും ഇടതുപക്ഷ അംഗങ്ങൾ അധാർമിക ബില്ലിനെതിരെ പ്രതിരോധം സൃഷ്ടിച്ചു. ഇടതുപക്ഷ അംഗങ്ങളായ എളമരം കരീമും ബിനോയ് വിശ്വവും KK രാഗേഷും ബില്ലിനെതിരെ രാജ്യസഭയിൽ ശക്തിയുക്തം എതിർപ്പുയർത്തി. പൗരത്വ ഭേദഗതി ബില്ലിലെ ഭരണഘടനാ വിരുദ്ധതയ്ക്കെതിരെ രാജ്യസഭയിലെ ഇടതുപക്ഷ അംഗങ്ങൾ ഭേദഗതി നിർദ്ദേശിക്കുകയും ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ബില്ല് വോട്ടിനിടാൻ ആവശ്യപ്പെട്ടതും ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടാൻ പ്രമേയം കൊണ്ടുവന്നതും ഇടതുപക്ഷ MP മാരായിരുന്നു. 2020 ജനുവരിയിൽ ഡൽഹി രാജ്യതലസ്ഥാനത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം കനത്തപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് MP മാരെ കാണാനുണ്ടായിരുന്നില്ല. സമരത്തിനെതിരെ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ പകപോക്കൽ സമീപനമാണ് പിന്നീട് കണ്ടത്. തുടർന്ന് സംഘപരിവാർ ആസൂത്രണത്തിൽ ഡൽഹിയിൽ മുസ്ലിം വിരുദ്ധ കലാപം നടക്കുകയുണ്ടായി. ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അവിടെയും രക്ഷകരായി എത്തിയത് ഇടതുപക്ഷ ജനപ്രതിനിധികൾ മാത്രമായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഒത്താശയോടെ സംഘടിത ന്യൂനപക്ഷ വേട്ടയാണ് അവിടെ നടന്നത്. കലാപത്തിനിരയായവർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും പ്രധാനമന്ത്രിയോടും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടും കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ഇടത് MP മാർ ആവശ്യപ്പെട്ടു. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധിച്ച ജാമിയ മില്ലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ ക്രൂരമായാണ് പോലീസ് കൈകാര്യം ചെയ്തത്. ഇതിൽ പ്രതിഷേധിച്ച് ഷഹീൻബാഗിൽ നടന്ന സമരത്തിൽ പോലീസിന്റെ മൗനാനുവാദത്തോടെ സാമൂഹ്യ വിരുദ്ധർ ആക്രമണം അഴിച്ചുവിട്ടു. ഇതിനെതിരെയും സംരക്ഷണ കവചവുമായി ഓടിയെത്തിയത് ഇടത് MP മാരും ഇടതുപക്ഷ നേതാക്കളുമാണ്. കുറ്റകരമായ മൗനമാണ് കോൺഗ്രസ് പുലർത്തിയത്. കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിൻ്റെ അങ്ങേയറ്റം വിദ്വേഷകരമായ പ്രസംഗം അന്നാണ് ഉണ്ടായത്. ഗോലിമാരോ സാരോങ്കോ എന്ന വിവാദ പ്രസംഗവും കലാപാഹ്വാനവും. ഡൽഹിയിൽ കലാപാഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രിക്കെതിരെ ബൃന്ദ കാരാട്ടും CPIM ഡൽഹി സംസ്ഥാന സെക്രട്ടറിയുമാണ് അന്ന് കോടതിയെ സമീപിച്ചത്. ഡൽഹി കലാപത്തിലെ ഉത്തരവാദികളെ ശിക്ഷിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാർ ഇരകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് പിന്നീടുണ്ടായത്. CAA വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവരെ അകാരണമായി അറസ്റ്റ് ചെയ്തു. ഡൽഹി കലാപത്തിൻ്റെ യഥാർത്ഥ പ്രതികൾ പുറത്ത് വിലസി നടക്കുമ്പോൾ ഇരകൾ ക്രൂശിക്കപ്പെട്ടു. പൗരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭങ്ങളെ നയിച്ചതിൻ്റെ പേരിലാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പേര്
ഡൽഹി പോലീസ് കുറ്റപത്രത്തിൽ പെടുത്തിയത്. രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാവിൻ്റെ പേര് പോലും ഡൽഹി പോലീസിൻ്റെ കുറ്റപത്രത്തിൽ ഇല്ലായിരുന്നു. കാരണം പൗരത്വ നിയമത്തിനെതിരായ സമരങ്ങളിൽ കോൺഗ്രസ് എവിടെയും ഇല്ലായിരുന്നു. വളരെ വൈകിയാണ് പൗരത്വ ബിൽ വിഷയത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് പരസ്യമായി നിലപാട് പറഞ്ഞത് തന്നെ. കേരളത്തെ മാതൃകയാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്ന പഞ്ചാബ് നിയമസഭ 2020 ജനുവരിയിൽ പൗരത്വ വിഷയത്തിൽ പ്രമേയം പാസാക്കിയത്. കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് ഔദ്യോഗികമായി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലായതുകൊണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞുവെന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇനിയും ഈ കാര്യത്തിൽ ഒരു നിലപാടില്ലേ? ഇതുവരെയും കോൺഗ്രസ് പാർട്ടിയോ അതിൻ്റെ ദേശീയ അധ്യക്ഷനോ ഈ വർഗീയ വിഭജന നിയമത്തിന് എതിരെ ഔദ്യോഗികമായി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധി ആകട്ടെ ഇതുവരെ ഇങ്ങനൊരു വിഷയം അറിഞ്ഞതായേ ഭാവിച്ചിട്ടില്ല. CAക്കെതിരെ ഉറച്ച ശബ്ദത്തിൽ നിലപാട് പറയാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്ക് കഴിഞ്ഞിട്ടില്ല. പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ എക്സിലാണ് ചെറുവരി കുറിപ്പ് എഴുതിയിട്ടത്. ആസാമിലെ കോൺഗ്രസ് ഘടകകക്ഷിയായ അസം ജാതീയ പരിഷത്ത് നേതാക്കൾ തന്നെ കണ്ട് CAക്കെതിരെ നിവേദനം നൽകിയ ഫോട്ടോക്ക് ഒപ്പമാണ് ഈ കുറിപ്പ് നൽകിയത്. AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ സ്ഥാനാർത്ഥിയാണല്ലോ, പറഞ്ഞത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കേണ്ടതാണ്. പൗരത്വ ബിൽ 4 വർഷവും 3 മാസവും മുന്നേ പാർലമെന്റിൽ പാസ്സായതാണ്, ഉദ്ധരണിയാണ്. ഇത്രയും കാലം ഇല്ലാത്ത തിടുക്കം ഇപ്പോഴെന്തിനാണ്? ഇതിന് തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിന്നത് എന്തിനാണ്? കേന്ദ്ര സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ 4 വർഷവും 3 മാസവും മുന്നേ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാമായിരുന്നില്ലേ? ഉദ്ധരണി അവസാനിച്ചു. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ കോൺഗ്രസിന് പ്രശ്നമൊന്നുമില്ല എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? തെരഞ്ഞെടുത്ത സമയം മാത്രമാണ് പ്രശ്നമായി തോന്നിയത്. വൈ ദിസ് ഡിലേ എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നത്. കോൺഗ്രസ് മീഡിയ വിഭാഗം തലവൻ ജയറാം രമേശും പൗരത്വ ബില്ലിൻ്റെ രാഷ്ട്രീയത്തെ തൊടാതെയാണ് കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ചത്. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള BJPയുടെ ധ്രുവീകരണ ശ്രമമാണ് പൗരത്വ നിയമ വിജ്ഞാപനം എന്ന് മാത്രമാണ് ജയറാം രമേശ് ആകെ പറയുന്ന രാഷ്ട്രീയം. ഇവിടെ 4 കാര്യങ്ങളാണ് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ഭരണഘടനയുടെയും താല്പര്യങ്ങൾ ഹനിക്കുന്നതാണ്. അത് കേരളത്തിൽ നടപ്പാക്കില്ല. 2, ജനങ്ങളെ മതപരമായി വിഭജിക്കുന്ന
തെറ്റായ നിയമത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നതും പ്രക്ഷോഭം നടത്തുന്നതും ഇടതുപക്ഷവും കേരളത്തിലെ LDF സർക്കാരുമാണ്. അതിൽ നിന്നും ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല. 3, കോൺഗ്രസ് ഈ വർഗീയ നിയമത്തിനെതിരെ നിലപാടെടുക്കുന്നില്ല. കാപട്യപൂർണമായ ഒളിച്ചുകളിയാണ് നടത്തുന്നത്. ആ പാർട്ടി വിശ്വസിക്കാൻ കൊള്ളാത്ത ഒന്നാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. 4, RSS രൂപീകരണത്തിൻ്റെ 100ാം വാർഷികത്തിലേക്ക് എത്തുന്ന 2025 കടുത്ത വർഗീയ ലക്ഷ്യങ്ങളാണ് സംഘപരിവാറിനുള്ളത്. അതിലേക്കുള്ള പാലമാണ് പൗരത്വ ഭേദഗതി നിയമം. ആ വർഗീയ ലക്ഷ്യങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രാഷ്ട്രീയവും സമീപനവും ഇടതുപക്ഷത്തിൻ്റെതാണ്. LDF നേതൃത്വം നൽകുന്ന കേരള സർക്കാർ ഈ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാവും. എന്ത് ത്യാഗം സഹിച്ചു പോരാട്ടം തുടരുമെന്നുള്ള ഉറപ്പ് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. മുട്ടുമടക്കുകയില്ല, നിശബ്ദരാകുകയുമില്ല. ഇനി മറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിച്ചു വരുമ്പോൾ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരെ ആക്രമിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഇത് അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള മാർഗനിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ കൈക്കൊണ്ട നടപടികൾ ഇന്ന് ചേർന്ന ഉന്നതതല യോഗം അവലോകനം ചെയ്തു. വനംവകുപ്പ് ആസ്ഥാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംസ്ഥാനതല കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. 36 വനം ഡിവിഷനുകളിൽ എമർജൻസി ഓപ്പറേഷൻ സെന്റർ തുടങ്ങാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. വന്യജീവി ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി സർക്കിൾ, ഡിവിഷൻ തലത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ പഞ്ചായത്ത് തലത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. RRTകളിലും മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലുമായി 900ഓളം താൽക്കാലിക വാച്ചർമാരുടെ സേവനം ആവശ്യാനുസരണം വിനിയോഗിച്ചു വരുന്നുണ്ട്. വയനാട് മേഖലയിലെ 66 തോട്ടങ്ങളിൽ പഞ്ചായത്ത് അധികൃതരുടെ സഹായത്തോടെ അടിക്കാടുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. മൂന്നാർ മേഖലയിലെ തോട്ടം ഉടമകളുടെയും തോട്ടം മാനേജർമാരുടെയും യോഗം വനം, റവന്യൂ, പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തി. നിലവിൽ ലഭ്യമായ ജീവനക്കാരെ പുനർവിന്യസിച്ച് 28 RRTകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 64 പമ്പ് ആക്ഷൻ തോക്കുകൾ, 2 ട്രാങ്കുലൈസർ തോക്കുകൾ, 4 ഡ്രോണുകൾ എന്നിവ വാങ്ങുന്നതിന് നടപടിയായിട്ടുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ 264 ജനജാഗ്രതാ സമിതികൾ നിലവിലുണ്ട്. ഇവയെ ശക്തിപ്പെടുത്തി പ്രവർത്തന സജ്ജമാക്കുന്നതാണ്. വന്യജീവി സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ തോതിൽ വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താൻ നടപടിയെടുക്കുന്നുണ്ട്. വയനാട് വനമേഖലയിൽ
341, ഇടുക്കിയിൽ 249 കുളങ്ങൾ പരിപാലിച്ചു വരുന്നു. കുളങ്ങൾ, ചെക്ക് ഡാമുകൾ ഇവ പുതുതായി നിർമ്മിക്കുന്നതിന് CSR ഫണ്ടിൽ നിന്ന് തുക ലഭ്യമാക്കാനുള്ള നടപടിയെടുക്കുന്നുണ്ട്. വാട്ടർ ടാങ്കുകൾ നിർമ്മിക്കാനും ആലോചിക്കുന്നുണ്ട്. വന്യജീവി ആക്രമണത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരമായി നൽകാനുള്ള 13 കോടി 70 ലക്ഷം രൂപയിൽ 6 കോടി 45 ലക്ഷം രൂപ ഇതുവരെ വിതരണം ചെയ്തിട്ടുണ്ട്. ശേഷിക്കുന്ന 7 കോടി 26 ലക്ഷം രൂപ വിതരണം ചെയ്യുന്നതിനുള്ള നടപടി പുരോഗമിച്ചു വരികയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി മുഖാന്തരം അനുവദിച്ചിട്ടുള്ള 100 കോടി രൂപക്ക് പുറമെ കിഫ്ബി മുഖേന തന്നെ 110 കോടി രൂപ കൂടി അനുവദിക്കുന്നതിനുള്ള കരട് പ്രപ്പോസൽ തയ്യാറാക്കിയിട്ടുണ്ട്. ദീർഘകാല, ഹ്രസ്വകാല പദ്ധതികൾക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ അന്തർദേശീയ, ദേശീയ വിദഗ്ധരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കുന്നതിനുള്ള പ്രപ്പോസൽ ഒരാഴ്ചക്കകം ലഭ്യമാകും. കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി യോഗങ്ങൾ ഫെബ്രുവരി 13-നും 28-നും ചേർന്നിട്ടുണ്ട്. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ തല മീറ്റിംഗ് ഫെബ്രുവരി 14-നും മന്ത്രിതല യോഗം മാർച്ച് 10-നും ബന്ദിപ്പൂരിൽ വെച്ച് ചേർന്നു. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു സെമിനാർ പോലുള്ളൊരു യോഗം അന്താരാഷ്ട്ര വിദഗ്ധരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഏപ്രിലിൽ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വനം വകുപ്പിൽ വൈൽഡ് ലൈഫ് വെറ്ററിനറി വിഭാഗം ശക്തിപ്പെടുത്തും. അധിനിവേശ സസ്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി കൈക്കൊള്ളും. ആനയെ അകറ്റുന്ന പ്രത്യേകതരം തേനീച്ചയെ അനുയോജ്യമായ മേഖലകൾ കണ്ടെത്തി വളർത്താനും ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചു. അത്തരം തേനീച്ചകൾ കരടികളെ ആകർഷിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കരടികൾ ഇല്ലാത്ത സ്ഥലത്ത് മാത്രമേ ഇതിനെ വളർത്താൻ പറ്റൂ എന്നുള്ള പ്രശ്നവുമുണ്ട്. ഇതാണ് പൊതുവിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ. ഇന്ന് യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത്ഷാ പറഞ്ഞത് സ്റ്റേറ്റ്സിന് യാതൊരു റോളും ഇല്ല, ഇത് സെൻട്രലിന്റെ കീഴിൽ വരുന്ന റോൾ, പാർലമെന്റിന്റെ കീഴിൽ വരുന്ന സെൻട്രലിന്റെ കീഴിൽ വരുന്നതാണ്. പിന്നീട് പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും ഇതിൽ സഹകരിക്കുമെന്ന് തോന്നുന്നു, ഇപ്പം മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നത് അപ്പീസ്മെന്റ് പൊളിറ്റിക്സിന് വേണ്ടിയാണ്. ഇതിന്റെ പൊളിറ്റിക്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അത് ഏതെങ്കിലും തരത്തിലുള്ള അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് ആണെന്നല്ല, അതൊരു നേരത്തെ പറഞ്ഞതുപോലുള്ള അങ്ങേയറ്റത്തെ വിവേചനപരമായ നിലപാട് പൗരന്മാർ തമ്മിൽ ഉണ്ടാക്കുകയാണ്. ഒരു പ്രത്യേക വിഭാഗത്തെ ശത്രുതാപരമായി സമീപിക്കുന്ന നിലയാണ് ഉണ്ടാകുന്നത്. അവർക്ക് പൗരത്വത്തിന് അർഹതയില്ല എന്ന നിലപാടിലേക്ക് മാറുകയാണ്. അതിനെ എല്ലാ തരത്തിലും എതിർക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ സ്വീകരിക്കാവുന്ന നില. അത് മതനിരപേക്ഷതയുടെ ഭാഗമായി സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ്. ഇത് ഒരു വലിയ പ്രചരണമായിട്ട് ചിലര് ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് ഞങ്ങളെ ശ്രദ്ധയിലും പെട്ടിട്ടുള്ളതാണ്. ഈ വിഷയത്തില് കേസുകൾ പിൻവലിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ എടുത്തിട്ടുള്ളൊരു നിലപാടാണ്. അതില് സംസ്ഥാനത്ത് 835 കേസുകളാണ്
ആകെ രജിസ്റ്റർ ചെയ്ത് ഈ കാര്യത്തിൽ. ഇതിൽ 629 കേസുകൾ ഇതിനോടകം കോടതിയിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ കോടതിയുടെ പരിഗണനയിൽ 206 കേസുകളാണ്. അതിൽ 84 എണ്ണത്തിൽ സർക്കാർ പിൻവലിക്കാനുള്ള സമ്മതം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനുമേൽ തീരുമാനം എടുക്കേണ്ടത് ബന്ധപ്പെട്ട കോടതികളാണ്. അന്വേഷണ ഘട്ടത്തിലുള്ളത് കേവലം ഒരേ ഒരു കേസ് മാത്രമാണ്. കേസ് തീർപ്പാക്കാൻ സർക്കാരിൽ അപേക്ഷ നൽകുക എന്ന് പ്രധാനം. തീരുമാനിച്ചത് കൊണ്ട് മാത്രം കേസ് പിൻവലിച്ചു പോകില്ല. ഈ ബന്ധപ്പെട്ടവർ അപേക്ഷ നൽകി അതിൻ്റെ മേലെയാണ് കേസ് പിൻവലിക്കാനുള്ള നടപടിയെടുക്കുക. അങ്ങനെ അപേക്ഷ നൽകാത്തതും പിന്നെ ഗുരുതര സ്വഭാവമുള്ള ചില കേസുകൾ ഉണ്ടാകും. അത്തരം കേസുകൾ, അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടതുമായ കേസുകൾ മാത്രമേ തുടരുന്ന നിലയുള്ളൂ. ഈ പിൻവലിക്കാൻ പറ്റുന്ന കേസുകൾ ഇനി പറഞ്ഞ പട്ടികയിലുള്ളത് അപേക്ഷ നൽകുന്ന മുറക്ക് അത് പിൻവലിച്ചു പോകുന്നു. കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ്, കേരളത്തിൽ മാത്രമായി നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ്. പല ജനങ്ങൾക്ക് എതിരായ കാര്യങ്ങളും ഭരണാധികാരികള് എങ്ങനെയും നടപ്പാക്കുക എന്ന വാശി പിടിക്കാറുണ്ടല്ലോ. അത്തരം നടപടികളെ ആകെ വളരെ ഫലപ്രദമായി ചെറുത്ത പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിനുള്ളത്. അവിടെയെല്ലാം ജനങ്ങൾ വിജയിച്ചു വരുന്ന ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റ് വാശി പിടിക്കുന്നു, സംഘപരിവാറിന്റെ നിലപാട് വെച്ച് വാശി പിടിക്കുന്നു. ആ സംഘപരിവാറിന്റെ നിലപാട് മാത്രമേ വിജയിക്കൂ, നിങ്ങൾ ഇതിനെതിരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉപദേശിച്ചാൽ ആ ഉപദേശം സർക്കാരും സ്വീകരിക്കാൻ നിവൃത്തിയില്ല. അതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്, ജനങ്ങൾ ജനങ്ങളുടേതായ മാർഗങ്ങളും സ്വീകരിക്കും. അത് നിങ്ങളെല്ലാരും കാണുന്ന പോലെ തന്നെ. അതെ, ഇനി എത്രയാള് പോകാനുണ്ട് എന്ന് ആർക്കറിയാം. ഇന്ന് കാണുന്ന ആളെ നാളെ അവിടെ കാണുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നം. അതാണ് ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത്. അത് നല്ല വർത്തമാനം തന്നെയാണ്. ഈ പത്മജ പോയ കാര്യത്തില് അദ്ദേഹം എൻ്റെ പേരും കൂടി പരാമർശിച്ച് പ്രസ്താവന ഇറക്കിയത് കാണുകയുണ്ടായി. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോൺഗ്രസിൽ നിന്നും BJP-യിൽ എത്തിയ നേതാക്കന്മാരുടെ എണ്ണം നോക്കിയാൽ മതി, അവരെല്ലാം എങ്ങനെയാണ് പോകാനിടയായത്. ആകെ 12 രാജ്യത്തെ പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് ഇപ്പൊ BJP-ക്കകത്തുള്ളത്. പണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്നവർ, സംസ്ഥാന അധ്യക്ഷന്മാര്, അതോടൊപ്പം AICC-യുടെ പ്രധാനികൾ, എത്രയെത്ര പേര്. എന്തെല്ലാം തരത്തിലുള്ള ലജ്ജാകരമായ നീക്കങ്ങളാണ് ഈ കോൺഗ്രസ് നേതൃതലത്തിലുള്ളവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ ഇങ്ങനെ പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ന്യായീകരണമായിട്ട് അത് മറ്റാരുടെയെങ്കിലും പേര് പറഞ്ഞ് അവരുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ഏതെങ്കിലും തരത്തിൽ അത് മുഖവിലക്കെടുക്കാൻ ആരെങ്കിലും തയ്യാറാണ്? അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നൊരു ഒരു പരിതാപകരമായ ഒരു മനോഭാവമല്ലേ അദ്ദേഹത്തിന്റെ അനുയായികൾ നടക്കം ഉണ്ടാവുക എന്നത് ചിന്തിക്കേണ്ടതാണ്. ഇല്ലാത്ത സേവനത്തിന് പണം വാങ്ങിയതിന്റെ പേരിൽ താങ്കളുടെ മകളുടെ കമ്പനിയുടെ പേരിൽ SFIയുടെ അന്വേഷണം നടക്കുക. ഈ കാലഘട്ടത്തിലൊന്നും CM വാർത്താ സമ്മേളനം നടത്താത്തതുകൊണ്ടാണ് നമുക്ക് ചോദിക്കാൻ പറ്റാതിരുന്നത്. എന്താണ് CM അതിൽ പറയാനുള്ളത്? അന്വേഷണം നടക്കട്ടെ, വരട്ടെ വിവരങ്ങൾ. നേരം കിട്ടൂല്ലോ വിവരങ്ങൾ കേട്ടാ. അങ്ങനെ മാസപ്പടി വാങ്ങിയതല്ലേ?
ഞാൻ പറഞ്ഞില്ലേ അന്വേഷണം നടക്കട്ടെ, വിവരങ്ങൾ കിട്ടട്ടെ എന്താണെന്നുള്ളത്, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അല്ല, താങ്കൾക്ക് അതിലൊരു ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. കേട്ടില്ലേ? നിങ്ങൾക്ക് കേൾപ്പിക്കുന്ന കയറാറുണ്ടോ? ആ ശരി, എന്നാ അത് മതി, അത് മതി. സിഎമ്മിന്റെ മകളുടെ കമ്പനിയാണല്ലോ, അപ്പൊ സിഎമ്മിന് അതിനകത്ത് ഒരു നിലപാട് വേണ്ടേ? ഇപ്പൊ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ബന്ധുവിനെതിരെയാണെങ്കിൽ സിഎം പറയട്ടോ അത്യാവശ്യം. അത് വരട്ടെ, അന്നേരം പറയാം. ഇപ്പൊ എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഓ അത് പിന്നീട് രണ്ട് സുന്നി വിഭാഗങ്ങളുടെ പ്രമാണമായാലും സിനാദായാലും സിഎം ആ നിലപാട് തിരുത്തണം എന്ന് ആവശ്യപ്പെടുകയും എങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്നാണല്ലോ ഇനി നിങ്ങൾക്ക് അറിയുന്നത്. അത് ഞാൻ പറയാം. അവിടെ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തും മുസ്ലിം ആയതിന്റെ പേരിൽ കേസ് ആദ്യപ്പെടുകയാണ്. എന്നിട്ട് ഈ സംഭവം പറഞ്ഞു, ഈരാറ്റുപേട്ട ഇങ്ങനെയാണ്, മുഴുവൻ മുസ്ലിം ചെറുപ്പക്കാരുടെ പേരിൽ കേസ് ആർജിച്ചിരിക്കുക. ഇത് സംസ്ഥാനത്ത് നടക്കുകയാണ്. അതായത് മുസ്ലിം ചെറുപ്പക്കാരെ തേടിപ്പിടിച്ച് കേസിൽപ്പെടുത്തുന്ന ഒരു നില ചില പ്രദേശങ്ങളിൽ, രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളത് പൊതുവെ ആക്ഷേപമുള്ളതാണ്. ആ കാര്യം കേരളത്തിൽ നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഞാൻ അവിടെ ഇരിക്കുകയാണ്, ഞാനതിന് മറുപടി പറയണ്ടേ? അത് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഈ പോലീസ് എടുക്കുന്ന കേസ്, ആ കേസിന്റെ രീതി എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്ന് അന്വേഷിച്ചു വേണം ഉത്തരവാദപ്പെട്ട ഒരാൾ ഇതുപോലൊരു വേദിയിൽ സംസാരിക്കുന്നത്. ഈ കാര്യത്തിൽ അവിടെ പോയ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരും മുസ്ലിം ചെറുപ്പക്കാരാണ്. അതുകൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാർ ആ കേസിൽപ്പെട്ടത്. ഈ പറഞ്ഞ ആളെ പേര് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഉത്തരവാദപ്പെട്ട ഒരാൾ ഇത്തരമൊരു പ്രസ്താവന ഇവിടെ പറയാൻ പാടുണ്ടായിരുന്നു. തെറ്റായൊരു ചിത്രമല്ലേ വരച്ചു കാട്ടാൻ നോക്കുന്നത്? അത് ശരിയായില്ല എന്നും ഞാൻ പറഞ്ഞു. അതിലെന്താ? ഞാൻ പറയാൻ ബാധ്യസ്ഥനില്ലേ? അതാണ് വസ്തുത. അത് കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ രാജ്യസഭാ അംഗത്വം നഷ്ടപ്പെടില്ല എന്നത് ഉറപ്പാണ്. പക്ഷേ അദ്ദേഹം സ്വീകരിച്ച നിലപാട് അത് വിവേചനപൂർണമായോ എന്നാണ് അദ്ദേഹം നോക്കേണ്ടത്, വിവേകപൂർണമായോ എന്നാണ് നോക്കേണ്ടത്. കാരണം അഥവാ അദ്ദേഹം ജയിച്ചു പോയി എന്ന് വിചാരിക്കുക, ജയിച്ചു പോയാൽ അതിന്റെ ഗുണാർക്കാ കിട്ടുന്നത്? BJPക്കാണ്. കാരണം ആ നിയമസഭയിൽ ഈ ഒരു സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് വരിക. നമ്മൾ 2-3 സീറ്റുകളിലേക്ക് ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ചുള്ള സീറ്റൊക്കെ ജയിപ്പിക്കാൻ ചിലപ്പോൾ കോൺഗ്രസിന് അവിടെ കഴിഞ്ഞേക്കുമായിരിക്കും. ഇതൊരു സീറ്റ് മാത്രമേ വരിക. അപ്പോൾ ആ ഒരു സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചു പോവുക. അപ്പോൾ BJPക്ക് അതിന്റെ ഗുണം കിട്ടാനാണ് ഇട. ഇതാണ് അദ്ദേഹം ജയിച്ചു പോയാൽ ഉണ്ടാവുക. അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാക്കാൻ പാടുണ്ടായിരുന്നോ? പക്ഷേ അദ്ദേഹത്തിന് ഒരാശങ്കയും വേണ്ട. ജനങ്ങൾ അതിനനുസരിച്ച് തന്നെ നിലപാടെടുക്കും. അദ്ദേഹത്തിന് ആ രാജ്യസഭാ സ്ഥാനത്ത് തന്നെ ആ കാലാവധി വരെ ഇരിക്കാൻ പറ്റുന്ന നിലയുണ്ടാവും. കേരളത്തിലെ ചില മണ്ഡലങ്ങളിൽ LDFും BJPയും തമ്മിലാണ് മത്സരം. BJP രണ്ടാമതാണ് ആവുന്ന രീതിയിൽ LDF പരാമർശം അങ്ങനെ ഒരു മത്സര നിലയാണോ കേരളത്തിൽ? അല്ലല്ല, ഇവിടെ UDFും LDFും തന്നെയാണ് പ്രധാനമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ LDF ആണ് മികച്ച വിജയം കരസ്ഥമാക്കാൻ പോകുന്നത്. BJPക്ക് കനത്ത രീതിയിലുള്ള പുറകോട്ട് പോക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുകയും ചെയ്യും. 2020 അപ്പൊ നമുക്ക് അതില് ഈ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയില് നിലവില് ലഭ്യമായ എല്ലാ ഒഴിവുകളും PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുരുഷ വനിതാ വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള
സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നിവയ്ക്കായി ആകെ 5635 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പുരുഷ വിഭാഗത്തിനുള്ള റാങ്ക് പട്ടിക 13/4/2023 നിലവിൽ വന്നത്. ഈ വിഭാഗത്തിൽ 4325 ഒഴിവുകളും വനിതാ വിഭാഗത്തിൽ 744 ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായി 557 ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2017 ഉത്തരവ് പ്രകാരം പട്ടികവർഗ വിഭാഗത്തിന്റെ പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കുന്നതിനുള്ള 396 തസ്തികകളും മുൻ റിക്രൂട്ട്മെന്റിനെ തുടർന്നുണ്ടായ 31 ഒഴിവുകളും ഉൾപ്പെടുന്നു. 2023 ഉത്തരവ് പ്രകാരം 200 വനിതാ തസ്തികകൾ ഉൾപ്പെടെ 1400 താൽക്കാലിക പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി തസ്തികകൾ 23/8/2023 ഒരു വർഷത്തേക്ക് സൃഷ്ടിച്ചു. ഇതേ തുടർന്ന് 1/6/2024 വരെ ഉണ്ടാകാവുന്ന ഒഴിവുകൾ കൂടി ശ്രദ്ധിക്കണേ. ഇതിനെ തുടർന്ന് 1/6/2024 വരെ ഉണ്ടാകാവുന്ന ഒഴിവുകൾ കൂടി മുൻകൂറായി പബ്ലിക് സർവീസ് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു. ഇതുവഴി 1400 തസ്തികകളിലേക്കുള്ള നിയമന ശുപാർശകളും മുൻകൂറായി ലഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 5/1/2024 ഉത്തരവ് പ്രകാരം സൈബർ ഡിവിഷൻ രൂപീകരിച്ചത് വഴിയുണ്ടായ 155 ഒഴിവുകളിലേക്കും നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നും 5279 നിയമന ശുപാർശകൾ ലഭിച്ചിട്ടുണ്ട്. നിയമന ശുപാർശ ലഭിക്കുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്ത 3595 പേർ പരിശീലനം നേടി വരുന്നു. അവശേഷിക്കുന്ന നിയമന ശുപാർശകളിൽ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയായി വരുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയിൽ വനിതാ വിഭാഗത്തിനുള്ള 50 ഒഴിവുകൾ ഉൾപ്പെടെ 356 ഒഴിവുകളിൽ നിയമന ശുപാർശയ്ക്കുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. അപ്പോൾ ആകാവുന്നതെല്ലാം സാധ്യമായതെല്ലാം ഈ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം നിർത്താം. ചില ഘട്ടങ്ങളിൽ കോൺഗ്രസ് പ്രതിനിധിത്വ സമീപനം സ്വീകരിക്കാറുണ്ട്. വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മുന്നണി മാറ്റം ഉണ്ടാവുക. അതൊക്കെ അവര് തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ്. അതൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ കോൺഗ്രസിന് ഇത്തരം ചില ദൗർബല്യങ്ങൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പൊതുവെ നമ്മൾ രാജ്യം വിലയിരുത്തുന്നതാണ്, നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ കോൺഗ്രസും ലീഗും നല്ല ഏകോദര സഹോദരങ്ങളായി UDF ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം അവർ നടത്തട്ടെ. അവരൊന്നിച്ച് നിന്നുകൊണ്ട് തന്നെ ഇത്തവണ നല്ല രീതിയിൽ പുറകോട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കാവുന്നത്.